തലേന്നേ സോക്ക് ചെയ്ത് വെച്ച കടലയാണേ. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ആദ്യം കുക്കറിൽ വേവിക്കാൻ വെക്കണം. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ഇട്ടാൽ മതി കേട്ടാ. പിന്നെ വേണ്ടത് ഇതാ കായും ചേനയുമാണേ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരവിയിട്ട് 2 പോർഷൻ ആക്കിയിട്ട് എടുത്തു വെക്കാം. ഒന്ന് വറുക്കാൻ എടുക്കാം നമുക്ക്. പിന്നെ ഉള്ളത് ജീരകം മിക്സ് ആക്കിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ചതച്ചെടുക്കാൻ ഉണ്ട്. ചിക്കൻ എടുക്കുമ്പോൾ മാക്സിമം എല്ലിലെ കഷ്ണം തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അതാകുമ്പോൾ ടേസ്റ്റ് കൂടും. അധികമൊന്നും വേണ്ട, കുറച്ച്. അത് മഞ്ഞപ്പൊടി ഉപ്പും മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം കേട്ടോ. വേവിച്ച് വെച്ച കടലയിലേക്ക് കായും ചേനയും ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 1.5 സ്പൂൺ മുളക് പൊടി. ഞാൻ ചെറിയൊരു സ്പൂണാണ് എടുത്തിട്ടില്ലേ. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത് എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കലും ചെയ്യാം കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കുറച്ച് എരിവ് കുറവ് വേണ്ടതുകൊണ്ട് ഞാൻ അത്ര മസാല അധികം ആഡ് ആക്കിയിട്ടില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് കുക്കർ വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഏകദേശം ഒരു വേവ് ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ഇടണം. ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയി കേട്ടാ. അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു വിസിൽ കേട്ടാ, അധികം ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു വിസിൽ അടിച്ചു കൊടുക്കാം. ചിക്കൻ വേവിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ ലാസ്റ്റ് വെന്തതിന് ശേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും മതി കേട്ടാ. അതിന്റെ ഇടയിൽ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസിലെ ഉള്ളി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് വഴറ്റിയെടുക്കുക കേട്ടോ. ലേശം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഈ ഒരു പരുവാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കായും ചേനയല്ലും ഇല്ലേ, അതെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടാ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുകൂടാണ്ട് നേരത്തെ എടുത്തു വെച്ച തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ചെടുക്കുക. ക്രീം പോലെയൊന്നും ആവണ്ട, ഒന്ന് ചതച്ചെടുത്താലും മതി. ഇത്ര വെള്ളം കൂട്ടണമെന്നൊന്നുമില്ല. ഞാൻ പിന്നെ കറി കുറച്ച് നീണ്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടാണ് അരച്ചിനി. കട്ടിയിൽ കറി മതി എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് വെള്ളമൊന്നും ചേർക്കാതെ ജീരകം ഇട്ട് ചതച്ചെടുത്താൽ മതി കേട്ടാ. ഇനിയിപ്പോൾ അത് അടച്ചു വെക്കേ, നന്നായിട്ട് തിളക്കട്ടെ. അതവിടെ കിടന്ന് തിളക്കുന്ന സമയത്ത് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിക്കുക. ആ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടാ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും നമ്മളെ വറ്റൽമുളകില്ലേ അതും ഇതിന്റെ കൂടെ കുറച്ച് വറുത്ത് വരുന്ന സമയത്ത് ഈ 2 സംഭവങ്ങളിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയമാകുമ്പോഴേക്ക് കറി നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ടേ. ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട്. എരിവ് ആവശ്യമുണ്ട് എന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഏകദേശം നമുക്ക് ആദ്യം ചേർത്ത മസാലയിൽ തന്നെ കുറച്ച് എരിവില്ലതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാൻ നിന്നില്ല. പിന്നെ വറവ് തേങ്ങയും കടുകും വറ്റൽമുളകും കറിവേപ്പിലും എല്ലാം കൂടിയിട്ട് വറുത്ത വറവ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടാ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ദോശേന്റെ കൂടെയും ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടാ. ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.